നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷൗമി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ഫോൺ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനാണ്. അതിനു മുന്നേ ആയിട്ട് 10 വർഷമായി ഷൗമി നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നെഞ്ചിലുണ്ട്. നിങ്ങൾ എനിക്ക് മാർക്കറ്റിംഗ് നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണുകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വിപണിയിൽ ആദ്യം വരുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലോട്ട് മാറുകയും ഇപ്പോൾ ലൈക്കയുമായിട്ടുള്ള കൊളാബും എന്ന് പറയേണ്ട എന്തൊരു മാറ്റമാണ് ഈ ഒരു 10 വർഷത്തിൽ നടന്നത്. എല്ലാം ഇന്നലെ നടന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ ഒരു പുതിയ ഫോൺ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ റെഡ്മി 13 5G. കഴിഞ്ഞ വർഷം റെഡ്മി 12 5Gയെ വിജയകരമാക്കിയ എല്ലാവർക്കും എൻ്റെ കൈയടിയും പ്രോത്സാഹനവും വിസിലടിയും സമയത്തിന് വരത്തില്ല. അപ്പോൾ എന്തിനാണെങ്കിലും വിസിലടിയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 15,000-ന് താഴെയുള്ള 5G ഫോൺ എന്നുള്ളൊരു മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫോൺ ഒരു ഗംഭീരം സംഭവമാണ്. സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വെച്ചായിരുന്നു അന്ന് വന്നിരുന്നെങ്കിൽ ഈ വർഷവും സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വെച്ച് തന്നെയാണ് ഈ ഫോണും നമ്മൾ ഇറക്കിയിരിക്കുന്നത്. യെസ് ഗൈസ്, യെസ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാനാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 AI എന്ന് പറയുന്ന ചിപ്സെറ്റ് ആദ്യമായി ഒരു ഇന്ത്യയിൽ ഒരു ഫോണിൽ വരുന്നത് ഈ ഒരു ഫോണിലാണ്. 4 നാനോമീറ്റർ പ്രോസസ്സിങ്ങിലാണ് നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണത്? വളരെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് ഗംഭീരമായിരിക്കും. അതുമാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമ്മൾ ഈ ഫോണിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെട്ടിയിലകത്ത് ചാർജർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ സാംസങ് ഒക്കെ പോലെ പെട്ടിയിൽ നിന്ന് സാധനം എടുത്ത് കളയണ പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല. അത് മാത്രമല്ല 108 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ AI ക്യാമറയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയും താഴെ ഇരിക്കുന്നത് ഡെപ്ത് സെൻസറുമാണ് ഗൈസ്. പിന്നെ നമ്മൾ മറ്റേ റിംഗ് ഫ്ലാഷ് നമ്മൾ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ലാർജസ്റ്റ് ഡിസ്പ്ലേ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 17.2 സെൻറ്റിമീറ്ററിൻ്റെ FHD+ ഡിസ്പ്ലേ ആണ്. അതായത് LCD തന്നെയാണ്, OLED പാനൽ അല്ല. ആൻഡ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ആൻഡ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക് ഫോണുകളാണ് ഇറങ്ങുന്നത്. നമ്മൾ ഗ്ലാസ് ബാക്ക് ഈ വർഷം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 HyperOS-ലാണ് നമ്മളിത് വരുന്നത്. നമുക്ക് എന്തായാലും സമയം കളയാതെ റെഡ്മി 13 5G അൺബോക്സ് ചെയ്യാം ഗൈസ്. പതുക്കെ നമ്മളിങ്ങനെ അൺബോക്സ് ചെയ്ത് ഈ ചുമന്ന പെട്ടി ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ നമുക്കത് നല്ല നീല കളറിൽ നല്ല ഒരു കടലിൻ്റെ കളറിൽ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ റെഡ്മി 13 5G ഇരിക്കുകയാണ് ഗൈസ്. നമുക്കിതൊന്ന് ചെറുതായിട്ട് മാറ്റിവെക്കാം. അകത്ത് ബോക്സിലുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കൊരു കേസ്, നമ്മളൊരു കേസ് തരുന്നുണ്ട് ഗൈസ്. ഒരു ക്ലിയർ കേസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സൗജന്യമായി ഈ പെട്ടിയിൽ തരികയാണ്. നമ്മൾ സിം ഇജക്റ്റിംഗ് ടൂൾ തരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. കണ്ടില്ലേ, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. അതായത് വെറും അരമണിക്കൂർ കൊണ്ട് 50% ബാറ്ററി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. Type A to Type C ഒരു കേബിളും നമ്മൾ ഇതിൻ്റെ പെട്ടിയിലകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടിയിലകത്തുള്ള കോമ്പോണൻസ് ഗായ്സ്. ഈ കാണുന്നതാണ് നമ്മുടെ റെഡ്മി 13 5G നീല കളർ, അല്ലെങ്കിൽ കടലിൻ്റെ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ കളറിനെ വിളിക്കാം. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാക്കിൽ ഗ്ലാസ് ബാക്കാണ് ഗൈസ്. ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. ആരും പുച്ഛിക്കേണ്ട. ഇതറിയോ, പിക്സലിൻ്റെ 8 53,000 കുണുവായിരുന്ന ഫോണാണ്. ഇതിൽ ഇരിക്കുന്ന സാധനമില്ലേ, അതാണ് ഇതിലിരിക്കുന്നത്. ഇത് പറയണമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. ഫിംഗർ പ്രിൻ്റ് സെൻസർ നമ്മൾ പവർ ബട്ടണിലാണ് വെച്ചിരിക്കുന്നത്. വോളിയം കൺട്രോൾ വരുന്നുണ്ട്. ഈ സാധനത്താണ് സിമ്മ് വരുന്നത്. സിമ്മ് ഹൈബ്രിഡ് സിമ്മാണ്. ഒരു മെമ്മറി കാർഡും ഒരു സിമ്മും ഇടാം. ആൻഡ് വി ഹാവ് എ ഹെഡ്ഫോൺസ് ജാക്ക് റൈറ്റ് ഹിയർ. അതേപോലെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. TV AC-യുടെ റിമോട്ടായിട്ട് നമുക്ക് ഈ ഫോണിനെ യൂസ് ചെയ്യാൻ പറ്റും. മൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ Type C വരുന്നുണ്ട്. മോണോ സ്പീക്കറാണ് ഗൈസ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കർ അല്ല. ഒരു മൈക്കും നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഞാൻ പറയും വളരെ ഗംഭീരം, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ
ചിപ്പ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ലാഗൊക്കെ വളരെ കുറവായി നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം ഗൈസ്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. ആൻഡ് വെരി നൈസ്, വെരി ഗുഡ്. എന്താണെങ്കിലും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ, അതായത് 15,000 രൂപ താഴെ ഈ ഒരു ഫോണാണ് ഗംഭീരം എന്ന് എനിക്ക് എവിടെയും പറയാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് എന്താണെങ്കിലും ഈ ഫോണിനെ ഒന്ന് നേരാവണ്ണം യൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റായ, നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമായ മിസ്റ്റർ കോൾമി ഷസാം അവർകളെ ഞാൻ ഈ ഒരു വേദിയിലോട്ട് വരികയാണ്. ഈ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിവ്യൂ തരണമെന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൾമി ഷസാം പ്ലീസ് കം. ഇൻട്രോ കാണും. Good morning ladies and gentlemen, welcome to your favorite Good morning ladies and gentlemen, എൻ്റെ കയ്യിൽ ഇരിക്കുന്നു Redmi 13 5G. നമ്മൾ ഈ ചാനലിൽ തന്നെ Redmi 12 5Gയുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. റിവ്യൂ വിത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന് ആ ഫോൺ കൊടുത്തതായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സീരീസ് ഓഫ് ഫോൺസ് ഇഷ്ടപ്പെട്ടാണ്. അന്ന് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് ആ ഒരു 15,000 താഴെ നല്ല ഫോണുകൾ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 20,000 താഴെ അടിപൊളിയായിട്ടുള്ളൊരു ഫോണില്ല. പണ്ട് കാലത്ത് നമുക്കൊരു എന്നൊരു പോക്കോ F1 എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതിന് ശേഷം ആ ഏതൊരു സിനിമ പറഞ്ഞല്ല, ആ അച്ചിനെ എടുത്ത് ഉടച്ച് വിട്ടടേ. അതിന് ശേഷം ഇപ്പം എല്ലാം ഒരു യൂണിസോ, ഇപ്പോൾ 15,000 താഴെയാണെങ്കിൽ യൂണിസോക്കിൻ്റെ ചിപ്സെറ്റ്, അതുപോലെ ഡിമെൻസിറ്റിയുടെ ഏതെങ്കിലും ചിപ്സെറ്റ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇന്ന് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോണുകൾ വളരെ റെയറാണ്. അങ്ങനെ ഒരു റെയർ പീസാണ് ഇതാണ്ട് ഈ ഇരിക്കണ Redmi 13 5G. പ്രത്യേകത എടുത്ത് പറയാനായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഗ്ലാസ് ബാക്കാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. സോ ദാറ്റ് നമുക്കൊരു പ്രീമിയം ഫീല് നമുക്ക് ഇൻ ഹാൻഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിൽ ഏത് ഗ്ലാസ് എന്ന് അറിഞ്ഞുകൂടാ. ഫ്രണ്ടിൽ എന്തിനാണെങ്കിലും 53,000 രൂപയുടെ ഗൂഗിൾ പിക്സൽ 8a യൂസ് ചെയ്തിരിക്കുന്ന സെയിം കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 തന്നെയാണ്. സോ അത്യാവശ്യം നല്ല അത്യാവശ്യം സ്ക്രാച്ച് റെസിസ്റ്റൻ്റൊക്കെ ആണ് ഈ പറയുന്ന ഡിസ്പ്ലേ. ആൻഡ് ഡിസ്പ്ലേ 6.7 ഇഞ്ചസിൻ്റെ FHD+, അതായത് LCD പാനൽ തന്നെയാണ്. നല്ല നമ്മളിപ്പോൾ സ്പെക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 300 and something PPI ഒക്കെ വരുന്നുണ്ട്, പിക്ചർ പെർ ഇഞ്ച് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 550 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ്സേ ഇവിടെ വരുന്നുള്ളൂ. അതായത് ഹൈ ബ്രൈറ്റ്നെസ് മോഡിൽ ഒരു ഇൻഡോർ വിസിബിലിറ്റിക്കൊക്കെ അത്യാവശ്യം നൈസാണ്. ഔട്ട്ഡോർ വരുമ്പോൾ ചെറുതായിട്ട് അത്ര വിസിബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കൊരു 1000 നിറ്റ്സ് അല്ലെങ്കിൽ ഒരു 900 നിറ്റ്സിലൊക്കെ കിട്ടുന്ന പോലത്തെ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് ഔട്ട്ഡോറിൽ കിട്ടുന്നില്ല. ഒരു മിനിമം ഒരു 700 to 800 നിറ്റ്സ് എങ്കിലും വേണമായിരുന്നത് എനിക്ക് പേഴ്സണലി ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് വരുന്നത്. കഴിഞ്ഞ വർഷം 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്. സോ ഇത് ചെയ്തിട്ടുണ്ട്, 120 ഹെർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈപ്പർ OS ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. Android 14 ഹൈപ്പർ OS ആണ് നമുക്കിവിടെ കിട്ടുന്നത്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് 8 GB റാമും 128 GB മറ്റേ സ്റ്റോറേജും വരുന്ന ഓപ്ഷനാണ്. സ്റ്റോറേജ് ഐ തിങ്ക് ഇറ്റ് ഈസ് UFS 2.2 ആൻഡ് LPDDR4X റാമാണ് യൂസ് ചെയ്തിരിക്കുന്ന 8 GB റാം. സോ ഞാൻ പറയാം UFS 2.2 ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സ്പീഡൊക്കെ ആണെങ്കിലും പടപടയെന്ന്. പക്ഷേ അനിമേഷൻസ് ഒന്നുമില്ല. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതൊന്നും അങ്ങനെയൊന്നും നമുക്ക് കിട്ടുന്നതല്ല. അതേപോലെ 4K വീഡിയോ റെക്കോർഡിംഗ് നമുക്കൊരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാറില്ല. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൻ്റെ 4th Gen 2 AI ആക്സിലറേറ്റ് എഡിഷൻ 4 നാനോമീറ്റർ പ്രോസസ്സിങ്ങിലെ സാധനമാണ്. ഏകദേശം ആൻഡ്യൂറ്റു സ്കോറൊക്കെ നോക്കുമ്പോൾ ഒരു 4 lakh സംതിങ് കിട്ടുന്നുണ്ട്. അതുപോലെ ത്രോട്ടിലിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ദിസ് ഈസ് ഡെഫിനറ്റ്ലി എ റിയലി ഗുഡ് ചിപ്പ് സെറ്റ്. അതായത് ഡെഫിനറ്റ്ലി നമുക്ക് ലാഗോ ഷട്ടറിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാം, ഒരു കാര്യം കൂടെ എടുത്ത് പറയാം. ബ്ലോട്ട്വെയർസും ആഡ്സും നിങ്ങൾക്ക് കാണുന്നത് പോലെ ഉണ്ടേ. സൈഡിലൊക്കെ താണ്ട് ഇവിടെ പ്രൊമോഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരും. അതാണെങ്കിൽ നമുക്ക് ഈ ഗൂഗിളിൻ്റെ ഷെൽഫ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് പോകുന്നതാണ്. അതല്ലാതെ ഒരുപാട് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ ടൈറ്റിൽ ഫണ്ണ്, സ്നേക്ക് സോൺ, IO എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിംസുകൾ നമുക്ക് ഇൻബിൽട്ടായിട്ട് തരുന്നത്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റെന്തൊരു വാൾപേപ്പർ കരസോൾ ആ സാധനം നമുക്ക് ഓഫ് ചെയ്തിടാം.
ബട്ട് വെരി നൈസ് ഡിസ്പ്ലേ. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് വെരി സെൻസിറ്റീവാണ്, നല്ല റെസ്പോൺസ് ടൈം നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്ക് പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സർ ഏകദേശം 2.2 GHz ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ അഡ്രീനോ 613 വരുന്നത് GPU. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ടേ ഉള്ളൂ, അതിന് ഹയർ ഇല്ല. അതേപോലെ NFC സപ്പോർട്ട് ചിപ്സെറ്റിലുണ്ട്. ഫോണിൽ അത് ഓൺ ആക്കി ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓൺ ആണെങ്കിൽ പൊളിയാണ്. അതേപോലെ സപ്പോർട്ടഡ് ആണ് മറ്റേ 695. അതുകൊണ്ടാണ് OnePlusൻ്റെ നോഡ് C4 ലൈറ്റിൽ NFC ഉള്ളത്. അതുപോലെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടേ, NFC ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ സാംസങ് ആണ് ഈ ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കുന്നത് 4nm നോഡിൽ. ആൻഡ് ഇറ്റ്സ് എ ഗുഡ്. ഞാൻ പറഞ്ഞത് നമുക്ക് സ്നാപ് ഡ്രാഗണൊക്കെ ആയതുകൊണ്ട് പിന്നെ ത്രോട്ടിലിങ്ങും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വല്ല പടപടയെന്നും വല്ല സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ടും നടക്കും. ഗെയിമിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ PUBG കളിച്ച് നോക്കിയാൽ 40 FPS സ്മൂത്തിൽ കിട്ടുന്നുണ്ട്. അല്ലാത്ത പ്രാവശ്യം 30 FPS ഗെയിമിംഗ് ആണ് ഇവിടെ വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫോണിലൊക്കെ ഒരു ഭയങ്കര പക്ക സ്മൂത്ത് ഫ്രെയിം റേറ്റിലൊന്നും ഗെയിം കളിക്കാനൊക്കെ പറ്റില്ല. 40 FPS തന്നെ ഭയാനകമാണ്. ആൻഡ് നമ്മൾ പിന്നെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ 108 MP ഒരു സിംഗിൾ ലെൻസ് ഒരു സെൻസറാണ് വരുന്നത്. പിന്നെ മോളിൽ 2 MP ഡെപ്ത് സെൻസറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലാഷ് ലൈറ്റ് റിംഗ് ഫ്ലാഷ് പോലെയാണ്. നമുക്ക് അതിൽ പല കാര്യങ്ങളും ചെയ്യാം. നമുക്ക് മറ്റേ കോളും മെസ്സേജൊക്കെ വരുമ്പം LED യൂസ് ചെയ്യാനായിട്ട് നമുക്കത് വയ്ക്കാം. ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് എടുക്കുന്ന ഫോട്ടോസാണ്. ഫോർ ദാറ്റ് പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എടുക്കാം. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. ഈ കാണുന്നതാണ് 1080p 30 FPS ബാക്ക് ക്യാമറ വെച്ചിട്ട് OIS-ഉം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. സോ നമുക്ക് EIS-ലായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. 1080p 30 FPS ഫ്രണ്ടും ബാക്കും. ഫ്രണ്ട് ക്യാമറ 13 MP അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോകളൊക്കെ നമുക്ക് പ്ലച്ചിനായി എടുക്കാം. ആൻഡ് പോർട്രേറ്റ് മോഡ്സ് ആണെങ്കിലും ഡെപ്ത് സെൻസർ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനിലൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഐ തിങ്ക് ദിസ് ഇസ് റിയലി ഗുഡ്. Ladies and gentlemen, this is the quality of the front camera of Redmi 13 5G. 1080p 30 FPS വരെ ഉള്ളൂ ഗോയ്സ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും എൻ്റെ ഫ്രണ്ട് ക്യാമറ. പിന്നെ എടുത്ത് പറയാനുള്ളത് IP53 റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെറ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇത് ടച്ചിനൊന്നും ഒരു വിഷയം വരത്തില്ല. ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജി ആണല്ലോ. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഹാഫ് ആൻ അവറിൽ 50 കയറുന്ന പരിപാടി. ആൻഡ് ചാർജർ ബോക്സിറ്റകത്തുണ്ട് ഗൈസ്. ഇനി തൊട്ട് അതെടുത്ത് പറയേണ്ടി വരും. ബിക്കോസ് അണ്ടർ 20,000 ചാർജർ എടുത്ത് പറഞ്ഞ് കളയുന്നുണ്ട്. സന്തോഷം. ആൻഡ് 5030 mAh ബാറ്ററിയാണ് വരുന്നത്. ആ ഒരു ബാറ്ററി വിത്ത് സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 കൂടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അത് ഉള്ളത് പറയാമല്ലോ, സൂപ്പറായിട്ടുണ്ട്. അത് ആ ചിപ്സെറ്റിൻ്റെയും ഗുണമാണ്, ബാറ്ററി കുറച്ച് കൂട്ടിയതിൻ്റെയും കൂടെ ഒരു ഗുണമാണ്. പിന്നെ വൈൽഡ് L1 സപ്പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് HDR, നമുക്ക് മറ്റേ ഫുൾ HD 1080p 60 FPS വരെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ മോണോ സ്പീക്കറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കറല്ല. പിന്നെ നമുക്ക് ഹെഡ്ഫോൺസ് ജാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ഫോൺസ് ജാക്കൊക്കെ 15,000 ഫോണിലായാടേ. അയ്യോ. പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. TV മറ്റേ റിമോട്ടായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈബ്രിഡ് സിമ്മാണ് വരുന്നത്. നമുക്ക് മെമ്മറി കാർഡും അതുപോലെ ഒരു ഇത് വിടാം, ഒരു സിം കാർഡ് വിടാം. സോ അതൊക്കെയാണ് ഇവിടെ എനിക്ക് എടുത്ത് പറയാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അതായത് പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് നമുക്ക് കയറിപ്പോയുള്ള പരിപാടിയുണ്ട്. ഫേസ് ID വരുന്നുണ്ട്. ആൻഡ് ഗുഡ് ഫോൺ ഫോർ ദാറ്റ് പ്രൈസ്. ഇതിൻ്റെ ഒരു പ്രൈസ് എനിക്ക് തോന്നുന്നു ഒരു 13,000 രൂപയ്ക്ക് ആയിരിക്കും മറ്റേ 6GB 128 വരുന്നത്. പിന്നെ 8GB 128 എനിക്ക് തോന്നുന്നു ഒരു 15,000 16,000 ഒക്കെ ആയിരിക്കും. പിന്നെ ബാങ്ക് ഓഫറൊക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ഓഫറായിട്ടൊരു 1000 രൂപ കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചാൻസസ് ആർ ദെയർ. എനിവേയ്സ് ഞാൻ പറഞ്ഞില്ലേ, ഫോർ ദ പ്രൈസ് ദിസ് ഫോൺ ഈസ് റിയലി ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ആകെ ഞാൻ മിസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു OLED പാനൽ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കുറച്ച് ഇതാണ് ആർത്തിയുള്ള പരിപാടിയാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പണ്ട് ഷവമി AMOLED കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന് തിരിച്ചു കൊണ്ടുവരണം എനിക്ക് പറയണമെന്നുണ്ട്. പിന്നെ 5G ഫോണാണ്.
ഇപ്പോഴത്തെ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ വേവ് സപ്പോർട്ടില്ല, അതായത് ഹയർ ഒരു സാധനമാണ് വേവ് എന്ന് പറഞ്ഞാൽ 5G ഒരു ഹയർ വെർഷനാണ്. ആ സാധനം ഈ ഒരു ചിപ്പ് സെറ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞത് UFS 3.1 വരെ ഈ സാധനത്തിൽ പുഷ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു ചിപ്പ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത. ഈ പറയുന്ന 4 Gen 2 പ്രത്യേകത അതൊക്കെയാണ്. അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ, പക്ഷേ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടാവാം അവർ അതിലോട്ട് പോയില്ല. എന്നാൽ പോലും ഞാൻ പറയുന്നത് UFS 2.2 LPDDR4X റാമും അടിപൊളി തന്നെയാണ്. പക്ഷേ ഒരു 1 സ്റ്റെപ്പ് കൊടുത്ത് ഞാൻ പറയും, ഇത് വരാനുള്ള സാധനങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത് UFS 3.1 LPDDR5 ഒരു NFC ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഈ പറയുന്ന ഓയിൽ ഇത് ആമലഡ് പാനൽ പ്രൊവൈഡ് ചെയ്തത്, അതായത് വലിയ സെറ്റപ്പ് ആമലഡ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സാധനം കൊടുക്കായിരുന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചിഹ്നമുണ്ട്. പിന്നെ ഞാൻ പറയും ഈ പ്രൈസിൽ ഞാൻ ഒരിക്കലും വന്ന് ഇതിനൊന്നും കുറ്റം പറയാൻ പറ്റൂലടേ. ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു ചലഞ്ചിങ്, അതായത് ഈ 20,000 അണ്ടറിൽ അങ്ങനെ നമുക്ക് പറയാനായിട്ട് അവർക്ക് തന്നെ അറിയാം. ബിക്കോസ് ഇവർക്ക് ബാക്കി 30,000 അവർ പുഷ് ചെയ്യുന്നതെന്ന് പറയുന്ന 30,000 to 35,000 എന്നുള്ള ആ ഒരു റേഞ്ചില്ലേ, ആ ഒരു സെഗ്മെൻറ്റ്, അത് 25 to 35 അതാണ് ഇപ്പോഴത്തെ ഒരു സ്വീറ്റ് സ്പോട്ട്. അവിടെയാണ് അത്യാവശ്യം എല്ലാ അടിപൊളി സാധനങ്ങളും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻഫ്ലേഷൻ, ഒബ്വിയസ്ലി ഇൻഫ്ലേഷൻ തന്നെയാണ് ഇതിൻ്റെ വില്ലൻ. ഇല്ല എന്നെങ്കിൽ അണ്ടർ 20,000 പോക്കോ F1 വന്നതുപോലെ അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. എനിവേസ് 50,000 റുപ്പീസിന് ഡെഫിനറ്റ്ലി ഇത് ബ്ലൂ കളറാണ് ഗൈസ്, ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഇതൊരു ഒത്തിരി പാറ്റേൺ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്, നല്ലൊരു ഡിസൈനാണ്. ഞാൻ പറയാം ഗ്ലാസ് ബാഗ് നല്ലൊരു പ്രീമിയം ഫീല് ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. മറ്റേ പ്ലാസ്റ്റിക് ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ ദോ സൈഡ് പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിലും ഇറ്റ്സ് വെരി നമുക്ക് ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ ഗ്ലാസ് ബാഗ് ആയതുകൊണ്ട് മസ്റ്റായിട്ടും കേസ് ഇടുക. കേസ് നിങ്ങൾക്ക് പെട്ടിയിനകത്ത് തന്നെ വരുന്നുണ്ട്. തറ വീണ് കഴിഞ്ഞാൽ ബാക്ക് പാനൽ പൊട്ടും, പറഞ്ഞില്ല എന്ന് വേണ്ട. So yeah, that is what I have to say about Redmi 13 5G. ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ 15,000 രൂപയ്ക്ക് ഇനി ഏത് ഫോണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അണ്ടർ 15,000 ഇതല്ലാതെ വേറെ ഫോൺ ഇല്ലടേ. അല്ല നിങ്ങൾക്ക് ഞാൻ പറയാം അങ്ങോട്ട് ബെസ്റ്റ് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ പറയരുത്. ദിസ് ഈസ് ദി ഓൺലി ഫോൺ വിച്ച് ഐ ഫീൽ ഓക്കെ ദിസ് ഇസ് ഗുഡ്. 15,000 താഴെ നമുക്ക് പറയാം, ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്നാപ്ഡ്രാഗൺ ആണ്, ഡിസ്പ്ലേ അത്യാവശ്യം അടിപൊളിയാണ്, നല്ല വലിയ ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ദിസ് ഇസ് ദി ഓൺലി ഓപ്ഷൻ ആൻഡ് ദിസ് ഇസ് ഇറ്റ്. വേറെ ആരും ഇനി വരണ്ട, വേറെ മറ്റേ ഫോൺ കൊള്ളാവോ, ഈ ഫോൺ കൊള്ളാവോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. ആ ഒരു റേഞ്ചിൽ ആ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് മസ്റ്റായിട്ടും പറഞ്ഞേക്കുക. സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ എന്തൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വീഡിയോ ഇടാന്നേ ഉള്ളൂ. ഇവിടെ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും നിങ്ങളൊരു യൂട്യൂബർ ആവണമെന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ചാനലുണ്ട്, നിങ്ങളൊരു ചാനൽ വെച്ചിട്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മേടിക്കുന്ന മിക്സി ആയിക്കോട്ടെ, മറ്റേ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇട്ടൂടെ ഇടയിൽ ഒരു നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് എത്ര പേർക്ക് അത് യൂസ്ഫുൾ ആവും ചെയ്യാവുന്ന പരിപാടിയാണ്. അതിൽ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അങ്ങ് എടുക്കുക ഇടുക. ഞാൻ പറയും ഇവിടെ ഹൈ ക്വാളിറ്റി പരിപാടിയൊന്നും വേണ്ടടേ. അപ്പം ഞാൻ പറയുന്നത് അതാണ്. നിങ്ങൾക്ക് അത്രയും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലെങ്കിലും വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം. എല്ലാ പ്രോഡക്ട്സിലും എനിക്ക് ഇത് വന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണേണ്ട അവസ്ഥയാണ്. ബിക്കോസ് അങ്ങനെ വന്നാൽ മാത്രമേ ഒരു പ്രോപ്പർ ഇത് ഐഡിയ കിട്ടത്തുള്ളൂ ആൾക്കാർക്ക്. ഇപ്പം നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം കണ്ടിട്ട് കാര്യമില്ല. ലെറ്റ് ദ പീപ്പിൾ സ്പീക്ക് അപ്പ്. അപ്പം ഇത് മേടിക്കുന്നവർ സ്ട്രിക്റ്റ് ആയിട്ടും പറ്റുമെങ്കിൽ പ്ലീസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ ഒന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.